ചേട്ടാ, ഈ നിയമസഭയിൽ നിന്ന് വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ നടന്നു എന്നുള്ള മാധ്യമ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ PB ഗോപകുമാറിന് വാക്കൗട്ട് പ്രസംഗത്തിന് സംസാരിക്കാനുള്ള അവസരം നൽകുന്നു. അത് BJP കോൺഗ്രസ് ഡീലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്തേക്ക് വരുന്നു. അതേപോലെ തന്നെ സംസാരിക്കാൻ വന്ന V മുരളീധരനെ കൃത്യമായിട്ട് കണക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ ചട്ടം പറഞ്ഞ് അവിടെ ഇരുത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. എന്താണ് നിയമസഭയിൽ നടന്നത്? നമ്മുടെ കേരള നിയമസഭ എന്ന് പറയുന്ന കൃത്യമായി ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലും വളരെ സിസ്റ്റമാറ്റിക് ആയി പ്രവർത്തിക്കുന്ന ഒരു നിയമനിർമ്മാണ സഭയാണ്. അവിടെ എല്ലാം കൃത്യമായ ചട്ടങ്ങളാണ് പാലിക്കുന്നത്. നമ്മൾ വരുന്ന നിയമസഭയിലെ സ്പീക്കർമാരായി വരുന്നവരെല്ലാം, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം വളരെയധികം നിലവാരം പുലർത്തുന്നവരാണ്. അതിൽ തന്നെ സ്പീക്കറായി വരുന്നവർ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചട്ടങ്ങളിലേക്കും അതെല്ലാം കൃത്യമായി പഠിച്ച് അത് നടപ്പിലാക്കാൻ എല്ലാ കാലവും ശ്രമിക്കുന്ന ഒരാളാണ്. നമ്മൾ കണ്ട ഒരുപാട് സ്പീക്കർമാരുണ്ട്, ഞെട്ടിക്കുന്ന സ്പീക്കർമാരുണ്ട്, മറ്റംഗങ്ങളെ വിരട്ടിയിരുത്തുന്ന സ്പീക്കർമാരുണ്ട്, സൗമ്യമായി സംസാരിക്കുന്ന ഒരു സ്പീക്കർമാരെ കണ്ടിട്ടുണ്ട്. ആ കേരള നിയമസഭയിലെ ഒരു പുതിയ സ്പീക്കറായിട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നിട്ടുള്ളത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പൊതുവെ എല്ലാവരോടും വളരെ സൗമ്യമായി സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളിലും സൗമ്യമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു സൗമ്യതയും സൗമ്യമായ ഇടപെടലുമാണ് ഇന്നത്തെ നാടകീയ സംഭവങ്ങൾക്കെല്ലാം വിലവെച്ചത്. ഇന്നത്തെ വിലക്കയറ്റം ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം ഒരു നോട്ടീസ് കൊടുത്തു. ആ പ്രതിപക്ഷ നോട്ടീസ് കഴിഞ്ഞതിന് ശേഷം വാക്കൗട്ട് പ്രഖ്യാപിച്ചു പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ. അതിന് സർക്കാർ അനുമതി നിഷേധിച്ചു നോട്ടീസിന്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പ്രസംഗിച്ച ശേഷം വാക്കൗട്ട് പ്രസംഗിച്ചു. ഈ വാക്കൗട്ട് പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഓരോ കക്ഷി നേതാക്കൾക്കും സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. അതാണ് അതിന്റെ കീഴ്വഴക്കം. ഇതെല്ലാം ഒരു ചട്ടവും കീഴ്വഴക്കവും അനുസരിച്ചാണ് നമ്മുടെ സഭ പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് കെ രാജൻ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് സംസാരിക്കാൻ വേണ്ടി അവസരം കൊടുത്തത് BJPയുടെ പാർലമെന്ററി പാർട്ടി നേതാവായ B ഗോപനാണ്. ചാത്തന്നൂർ MLA ആയിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ അടിയന്തര പ്രമേയത്തിൽ ഒപ്പിട്ട ആളല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ചട്ടപ്രകാരം സംസാരിക്കാൻ കഴിയില്ലെങ്കിലും പുതിയ അംഗം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ആ ഒരു പരിഗണന നിന്ന് വളരെ കുറച്ചു നേരത്തേക്ക് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അതിനു മുമ്പ് പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ചില വിമർശനങ്ങൾ നടത്തിയിരുന്നു. ഈ നമ്മുടെ ചാത്തന്നൂർ MLA ഗോപൻ എണീറ്റ് നിന്ന് അതിന് മറുപടി പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് ഭരണപക്ഷത്ത് നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നു. അന്നേരവും സ്പീക്കർ പറഞ്ഞത് ഇതൊരു പുതിയ അംഗമാണ്, അംഗത്തിന്റെ ആദ്യ പ്രസംഗം എന്ന നിലയിൽ അവസരം നൽകുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു സംഘർഷത്തെ ലഘൂകരിക്കാനാണ് തിരുവഞ്ചൂർ ശ്രമിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഗോപകുമാർ വീണ്ടും മറുപടി പറയാൻ പറയുന്നു. ഇതിനിടയിൽ വാക്കൗട്ട് നടത്തിയ പ്രതിപക്ഷത്തിൽ നിന്നുള്ള CPM CPI അംഗങ്ങളെല്ലാം തിരിച്ചു വരികയും ചെയ്യുന്നു. കാരണം ഇവിടെ വന്ന് ഈ കേന്ദ്ര സർക്കാരിന്റെ കാര്യം പറഞ്ഞ സംസ്ഥാന സർക്കാരിനെ മുൻ സംസ്ഥാന സർക്കാരിനെയും CPMനെയും പിണറായി വിജയനെയും വിമർശിക്കാനാണ് BJP MLA ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ CPM അംഗങ്ങളും CPI അംഗങ്ങളും തിരിച്ചു വരികയും അവരിതിൽ എതിർപ്പ് ഉന്നയിക്കുകയും ചെയ്തു. പിണറായി വിജയൻ തന്നെ എണീറ്റ് എന്ന് പറഞ്ഞു, ഇത് നമ്മുടെ സഭയുടെ കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ്. ചട്ടപ്രകാരം ഈ അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ട കക്ഷി നേതാക്കൾക്ക് മാത്രമേ ഈ സമയത്ത് സംസാരിക്കാനുള്ള അവകാശമുള്ളൂ. ഇതിന് ഒരു വിരുദ്ധമായ നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചതെന്ന് പറയുന്നു. അപ്പൊ തന്നെ സ്പീക്കർ പറയുന്നത്, ഇത് സ്പീക്കർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് കീഴ്വഴക്കങ്ങളുടെയോ ചട്ടങ്ങളുടെയോ അനുസരിച്ചല്ല, പുതിയ അംഗത്തിന്റെ ആദ്യ പ്രസംഗം എന്ന നിലയിൽ അവസരം നൽകുകയാണ്, കാര്യങ്ങൾ പഠിക്കുകയാണ്, പുതിയ അംഗമല്ലേ സംസാരിച്ചോട്ടെ എന്ന നിലപാടാണ് എടുത്തത്. പക്ഷെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പോടെ വളരെ പെട്ടെന്ന് തന്നെ BJP അംഗത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. അടുത്ത ജനതാദളിന്റെ പ്രവീണിലേക്ക് മൈക്ക് കൈമാറിയ സ്പീക്കർ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ കഴക്കൂട്ട MLA ആയ V മുരളീധരൻ 307 എന്ന ചട്ടം ഉന്നയിച്ച് ഇതിലൊരു ഇടപെടൽ നടത്താൻ ശ്രമിച്ചത്. എന്നാൽ പക്ഷേ സ്പീക്കർ അന്നേരം കുറച്ചുകൂടി കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും പോയിന്റ് ഓഫ് ഓർഡർ, വാക്കൗട്ട് പ്രസംഗത്തിൽ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാൻ പറ്റില്ല എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സ്പീക്കറും അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ ചട്ടം 307 V മുരളീധരൻ ഉന്നയിക്കാൻ ശ്രമിച്ചത്. ആ ചട്ടപ്രകാരം ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല, ഈ സമയത്ത് സംസാരിക്കാൻ കഴിയില്ല, സ്പീക്കറോട് ചെയറിനോട് വഴങ്ങണമെന്ന് പറയുകയും V മുരളീധരൻ ഇരിക്കുകയും സ്പീക്കർ വളരെ വേഗത്തിൽ അടുത്ത നടപടികളിലേക്ക് പോവുകയും ചെയ്തു. അതായത് ഇത് കഴിഞ്ഞിട്ട് സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം
നിയമം അറിയില്ലെങ്കിൽ പഠിച്ചിട്ട് വരണം സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്ന ഒരുപാട് പേരുണ്ട്. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു സ്പീക്കർ കുറച്ചുകൂടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണോ ജനങ്ങൾ? അല്ല, സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നേരത്തെയൊക്കെ വക്കം പുരുഷോത്തമനെ പോലെയൊക്കെയുള്ള സ്പീക്കർമാരുണ്ടായിരുന്നു. വളരെ അംഗങ്ങളെ എല്ലാം പേടിപ്പിച്ചിരുത്തുക, ഭയപ്പെടുക, കൃത്യം 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ 3 മിനിറ്റിൽ പ്രസംഗം അവസാനിപ്പിക്കുക. ഏത് അംഗമായിരുന്നാലും, എത്ര മുതിർന്ന അംഗമായിരുന്നാലും നിശ്ചിത സമയത്തിൽ പ്രസംഗം അവസാനിപ്പിക്കുക. അങ്ങനെ വളരെ കടുത്ത നിലപാടുകളോടെ സഭയെ നിയന്ത്രിച്ചിരുന്നവരുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി ജനകീയമായി സഭയെ നിയന്ത്രിച്ചവരുണ്ട്. പക്ഷെ തിരുവഞ്ചൂർ വന്നപ്പോൾ എല്ലാവരുമായും ഒരു സൗഹൃദത്തിൽ പോകാം. കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വിമർശനം ഉന്നയിക്കുമ്പോഴും, ഇന്നിപ്പോ വിമർശനം ഉന്നയിക്കുന്ന ഈ സംഭവം നടക്കുമ്പോഴും പിണറായി വിജയനും ചിരിക്കുന്നുണ്ട്, സ്പീക്കറും ചിരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി സൗമ്യമായ രീതിയിൽ സ്പീക്കർ അപ്പം ചോദിക്കുന്നുണ്ട്, ഇപ്പോഴേ നമുക്ക് ശത്രുക്കളാവണോ? അതെ, അത് സ്പീക്കർ അങ്ങനെയാണ്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയാന്നുള്ളവർക്ക് എല്ലാം അറിയാം. കാരണം അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു ശൈലി. പുള്ളി പറയുന്നുണ്ട്, നമുക്ക് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ശത്രുതാ മനോഭാവം വേണ്ട, നമുക്ക് കുറച്ച് ഔദാര്യങ്ങളൊക്കെ ആയി പോവാം എന്ന് പറഞ്ഞ ആ ഒരു വലിയ, അതായത് കോൺഗ്രസും BJP ഡീൽ എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തെയാണ് സ്പീക്കർ വളരെ തന്മയത്വത്തോടുകൂടി ചിരിച്ച് ആ വിവാദത്തെ അവിടെ തന്നെ സഭയ്ക്കുള്ളിൽ തന്നെ അവസാനിപ്പിച്ചത്. ഇപ്പൊ റീലിടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം വി മുരളീധരനെ പോലെ പുതിയ അംഗമാണ്, വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്, രാജ്യസഭ അംഗമായിരുന്നു. എന്നിരുന്നാലും ഒരു നിയമനിർമ്മാണ സഭയിൽ, കേരള നിയമസഭ പോലൊരു നിയമനിർമ്മാണ സഭയിൽ പുതിയ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചട്ടങ്ങളും ഇവിടുത്തെ ക്രമങ്ങളും കീഴ്വഴക്കങ്ങളും പഠിക്കാനുള്ള ഒരു സമയം, അതിന്റെ ഒരു ആനുകൂല്യമാണ് ഇന്ന് സ്പീക്കർ കൊടുത്തത്. കാരണം വലിയ വിവാദമാകുന്ന വിവാദമാകാവുന്ന ഒരു വിഷയത്തെ തന്മയത്വത്തോടുകൂടി അത് പരിഹരിക്കപ്പെട്ടു.